അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, അൽ ഹാഫിദ് നവവി റഹിമഹുല്ലാഹു തആല രചിച്ചിട്ടുള്ള അൽ അർബഊൻ നവവിയ എന്ന വളരെ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥമാണ് നാം വായിച്ചു പോരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ 32 ഹദീസുകൾ അൽഹംദുലില്ലാഹ് നമുക്ക് വിശദീകരണ സഹിതം മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. 33ാമത്തെ ഹദീസാണ് നമുക്കിന്ന് ആദ്യം വായിക്കാനുള്ളത്. ഹദീസ് ഇപ്രകാരമാണ്: അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ لو يؤتى الناس بدعواهم لادعى رجال أموال قوم ودماءهم ولكن البينة على المدعي واليمين على من أنكر. حديث حسن رواه البيهقي وغيره هكذا وبعضه في الصحيحين. സഹോദരങ്ങളെ, അൽ അർബഊൻ നവവിയുടെ ആദ്യ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നും ഈ ഹദീസിനെ വേർതിരിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് ഇതിലുള്ള ഓരോ ഹദീസുകളും ദീനുൽ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളാണ് എന്നുള്ളത്. അതായത് വ്യത്യസ്ത ശാഖകളിലുള്ള പ്രധാനപ്പെട്ട ഹദീസുകളാണ് ഇമാം നവവി റഹിമഹുല്ലാ ഈ ഗ്രന്ഥത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. 33ാമത്തെ ഈ ഹദീസ് അത് ദീനുൽ ഇസ്ലാമിൽ വിധി പറയുന്നിടത്ത് രണ്ടാളുകൾ തമ്മിൽ തർക്കമുണ്ടായാൽ വിധി പറയുന്നിടത്ത് ഏറ്റവും പ്രാമാണികമായി അടിസ്ഥാനപരമായി അവിടെ ആശ്രയിക്കേണ്ടി വരുന്ന തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് സഹോദരങ്ങളെ നവവി റഹിമഹുല്ലാഹ് കൊടുക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിൽ പറയുന്നു, ലൗ യുഅ്തന്നാസു ബിദഅവാഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗ യുഅ്തന്നാസു ബിദഅവാഹും, ജനങ്ങൾ അവരുടെ വാദഗതിക്കനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ നൽകപ്പെടാൻ തുടങ്ങിയാൽ ലദ്ദഅ റിജാലുൻ അംവാല ഖൗമിൻ വദിമാഅഹും, ചില ആളുകൾ വന്നേക്കും അവർ ജനങ്ങളുടെ സ്വത്തും ജനങ്ങളുടെ രക്തവുമെല്ലാം അന്യായമായി കവർന്നേക്കും. വലാകിന്നൽ ബയ്യിനത അലൽ മുദ്ദഇ, അതുകൊണ്ട് തന്നെ ആരാണോ വാദഗതികളുമായി മുന്നോട്ട് വരുന്നത് അവൻ്റെ മേലാണ് തെളിവ് സ്ഥാപിക്കേണ്ടതായ ബാധ്യതയുള്ളത്. വൽ യമീന അലാ മൻ അൻകർ, ആർക്കെതിരിലാണോ അവൻ വാദഗതി ഉയർത്തുന്നത് അവന് അത് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് നിഷേധിച്ചാൽ മതിയാകുന്നതാണ്. ഹദീസുൻ ഹസൻ റവാഹുൽ ബൈഹഖി, ഇമാം ബൈഹഖി റഹിമഹുല്ലാ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഹസനാണെന്ന് ഇവിടെ നബി റഹിമഹുല്ല പറഞ്ഞതുപോലെ തന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല ഫത്ഹുൽ ബാരിയിൽ ഇത് ഹസനായ അഥവാ തെളിവിന് കൊള്ളുന്ന ഹദീസാണെന്ന് പറഞ്ഞത് കാണാം. നബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹ് മുസ്ലിമിൻ്റെ വിശദീകരണത്തിലും ഇത് ഹസനായ അല്ലെങ്കിൽ സഹീഹായ ഒരു ഹദീസാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല ഇത് സഹീഹായ ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം തിർമിദി റഹിമഹുല്ല അംർ ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ ഇപ്രകാരമാണുള്ളത്: അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ വൽ യമീനു അലൽ മുദ്ദഅ അലൈഹി. തെളിവ് ആരാണോ വാദിക്കുന്നത് അവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്, ബയ്യിനത്ത് കൊണ്ടുവരേണ്ടത്. അതേപോലെ തന്നെ സത്യം പറയുക എന്നുള്ളത് അത് ആർക്കെതിരിലാണോ വാദം ഉന്നയിക്കപ്പെടുന്നത് അയാളുടെ ബാധ്യതയാണ് എന്ന് കാണാൻ സാധിക്കും. നബി റഹിമഹുല്ലാ അവിടെ പറയുന്നുണ്ട്, വബഅ്ലുഹു ഫിസ് സഹീഹൈൻ, ഈ ഹദീസിന്റെ ചില ഭാഗങ്ങൾ ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്, സഹീഹൈനിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ്. ശരിയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചത് ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്: ലൗ യുഅ്തന്നാസു ബിദഅവാഹും, ജനങ്ങൾ അവരുടെ വാദഗതികൾക്കനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ നൽകപ്പെട്ടാൽ ലദഹബ ദിമാഅ ഖൗമിൻ വ അംവാലഹും, ജനങ്ങളുടെ സമ്പത്തും ജനങ്ങളുടെ സ്വത്തുമെല്ലാം കൊണ്ട് ആളുകൾ പോയേക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നുണ്ട്: അൽ യമീനു അലൽ മുദ്ദഅ അലൈഹി, ആർക്കെതിരിലാണോ വാദഗതി ഉയർന്നു വന്നിട്ടുള്ളത് അവൻ അതിനെ നിഷേധിച്ചുകൊണ്ട് അവൻ സത്യം ചെയ്താൽ മതിയാകുന്നതാണ് എന്ന് വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് സമാനമായ വാചകങ്ങളാണ്. ലയുഅ്തന്നാസു ബിദഅവാഹും ലദ്ദഅ റിജാലുൻ ദിമാഅ ഖൗമിൻ വഅംവാലഹും വലാകിന്നൽ യമീന അലൽ മുദ്ദഅ അലൈഹി, ജനങ്ങൾ അവരുടെ വാദഗതികൾക്കനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ നൽകപ്പെട്ടാൽ ആളുകൾ രക്തവും സമ്പത്തും ഒക്കെ ആയി പോയി കളയും. അതുകൊണ്ട് സത്യം അത് തെളിവുകൾ സ്ഥാപിക്കേണ്ടത് അത്
ആരാണോ വാദഗതികൾ ഉന്നയിക്കുന്ന ആളുകളാണ്, ആർക്കെതിരിലാണോ പറയുന്നത് അവരതിനെ നിഷേധിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞാൽ മതി എന്നാണ്. സഹോദരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ധാരാളക്കണക്കിന് ഈ വിഷയത്തിൽ ഹദീസുകൾ വ്യത്യസ്ത രൂപത്തിൽ റിവായത്ത് വന്നിട്ടുണ്ട്. അശ്അസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അദ്ദേഹം പറയുന്നത് ഇതിന് സമാനമായിട്ടുള്ള തെളിവുകൾ കാണാൻ പറ്റും. അദ്ദേഹം രണ്ടാളുകൾ തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് ചോദിച്ചത് ഷാഹിദാഖ് ഔ യമീനു, നിന്റെ കയ്യിൽ 2 സാക്ഷികളുണ്ടോ കൊണ്ടുവരാൻ? ഇല്ലെങ്കിൽ അവൻ പറയുന്ന സത്യം അനുസരിച്ച് കാര്യങ്ങൾ വിധിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. മുസ്ലിമിന്റെ റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അലക ബയ്യിന, നിന്റെ അടുക്കൽ തെളിവുണ്ടോ? ഖാലല, അയാൾ പറഞ്ഞു ഇല്ല. ഖാല ഫയമീനു, എങ്കിൽ അവന്റെ സത്യം അനുസരിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും, അതിന് വിധിക്കപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യുക എന്നുള്ളത് ഇമാമിയങ്ങൾക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് അവർ പറയാറുള്ളത് ഹാദൽ ഹദീസു അസ്ലു ഉസൂലിൽ ഖലാഇന്റെ ജഡ്ജ്മെന്റിന്റെ വിധി തീർപ്പാക്കുന്ന വിഷയത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു അടിസ്ഥാനമാണ് ഈ ഹദീസ് എന്നാണ്. ഇബ്നു ദഖീഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഹാദൽ ഹദീസു അസ്ലുൻ ഫിൽ അഹ്കാം, വിധികളുടെ വിഷയത്തിൽ അടിസ്ഥാനമാണ് ഈ ഹദീസ്. വഅലമു മർജിഇൻ ഇൻദ തനാസുഇ വൽ ഖിസാം, പരസ്പരം തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് സ്വത്തിന്റെ ആകാം, സമ്പത്തിന്റെ ആകാം, രക്തച്ചൊരിച്ചിലിന്റെ വിഷയത്തിലൊക്കെ ആകാം. അപ്പോൾ അതിലേക്ക് മടങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് എന്നാണ്. നവവി റഹിമഹുല്ലാഹ് തന്നെ ഈ ഹദീസിനെ വിശേഷിപ്പിച്ചത് ഹാദൽ ഹദീസു ഖാഇദത്തുൻ കബീറത്തുൻ മിൻ ഖവാഇദി അഹ്കാമിശ് ശറഅ, ഇത് വളരെ അടിസ്ഥാന തത്വം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്. ദീനിന്റെ അഹ്കാമുശ് ശറഅ, ദീനിന്റെ വിധിവിലക്കുകളിലൊക്കെ തത്വങ്ങളൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം ഈ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലൗ യുഅ്തന്നാസു ബിദഅവാഹും, ജനങ്ങൾക്ക് നൽകപ്പെട്ടാൽ എന്നാണ്. ജനങ്ങൾക്ക് നൽകപ്പെട്ടാൽ എന്നാണ്. ആര് നൽകപ്പെട്ടാൽ എന്നാണ്? അഥവാ ജനങ്ങൾക്ക് വിധി നടപ്പാക്കുന്നത് ആരാണോ അവർ നൽകിയാൽ എന്നാണ്. അവർ നൽകിയാൽ ബിദഅവാഹും, അവരുടെ വാദഗതിക്കനുസരിച്ച് അവർ പറയുന്നത് പോലെ വകവെച്ചു കൊടുക്കാൻ നിന്നാൽ, അതൊന്നുകിൽ ഖാദിമാരായിരിക്കാം, ഇസ്ലാമിക കോടതി വിധിക്കുന്ന ജഡ്ജിമാർ ഖാദിമാരായിരിക്കാം, അവർ നൽകിയാൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വല്ല മസ്ലഹത്തിനും വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾ ഒരു മുസ്ലിഹായിട്ട് മസ്ലഹത്തിന്റെ ഇടയിൽ മസ്ലഹത്ത് വിധിക്കാനായിട്ട് ഒരാളെ നിശ്ചയിക്കും. രണ്ടുപേർക്കും താല്പര്യമുള്ള, രണ്ടുപേരും തൃപ്തിപ്പെടുന്ന ഒരാളുണ്ടാകും. അപ്പൊ ഈ വ്യക്തി ആളുകൾ വാദിക്കുന്നതിനനുസരിച്ച് കൊടുക്കാൻ തുനിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അപ്പൊ ആരാണ് എന്നിവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. അത് ഇസ്ലാമിക കോടതിയിലാണെങ്കിൽ ജഡ്ജായിരിക്കും. ഇനിയിപ്പോൾ ഒരു മുസ്ലിം രാജ്യത്ത് തന്നെ അവർ വേറെ ആരെങ്കിലുമൊക്കെ തമ്മിലാണ് പരസ്പരം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരാൾ അതിന് വിധി പറയാൻ വേണ്ടി ഇങ്ങനെ മാറിയിരിക്കുന്ന ഏത് വ്യക്തിയാകട്ടെ, രണ്ടാളുകൾക്കിടയിലുള്ള പ്രശ്നം പറയുന്ന ആരാകട്ടെ, അവർ നൽകാൻ തുടങ്ങിയാൽ എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം. ലൗ യുഅ്തന്നാസു, ജനങ്ങൾക്ക് നൽകപ്പെടുകയാണെങ്കിൽ ബിദഅവാഹും, അവരുടെ വാദഗതികൾക്കനുസരിച്ച് എന്നാണ് പറയുന്നത്. എന്താണ് ദഅവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ പറയുന്നത് ത്വലബു റജുൽ അൽ ഹഖ് അല്ലദി ലഹു മിനല്ലദി അലൈഹി ഫി മജ്ലിസിൽ ഖളാ, ഈ വിധി തീർപ്പാക്കുന്ന മജ്ലിസിൽ വെച്ചിട്ട് എനിക്കാണ് വിധി, എനിക്ക് ഇന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ ഇന്നയാളെ ഇയാൾ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പകരം ചോദിക്കണം, ഇസ്ലാമിക കോടതി ഇടപെടണം എന്ന് പറഞ്ഞിട്ട് വരും. അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് ഇന്നത് കവർന്നിട്ടുണ്ട്, ഇയാൾ ഉപയോഗിക്കുന്ന വീട് എൻ്റെതാണ്, ഇയാളുടെ പറമ്പ്, ഇയാൾ കൃഷി ചെയ്യുന്ന പറമ്പ് അത് എൻ്റെതായിരുന്നു. ഈ രൂപത്തിലുള്ള വാദഗതികൾ പറയുന്ന, അത് ആവശ്യപ്പെടുന്ന കാര്യത്തിനാണ് ഇവിടെ ദഅവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷണം എന്നുള്ള അർത്ഥത്തിലും അതേപോലെ തന്നെ ആവശ്യപ്പെടൽ എന്ന അർത്ഥത്തിലൊക്കെ ഭാഷാപരമായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവന്റെ ഹക്ക് അത് അവൻ്റെതാണ് എന്ന് അവൻ ആവശ്യപ്പെടലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൗ യുഅ്തന്നാസു ബിദഅവാഹും എന്ന് പറഞ്ഞാൽ ലൗ യുഅ്തന്നാസു ബിദഅവാഹും ബിമുജറദിഹ, തെളിവൊന്നുമില്ലാതെ ആളുകൾ പറയുന്നതിനനുസരിച്ച് നൽകാൻ നിന്നാൽ എന്നാണ് പറയുന്നത്. തെളിവില്ലാതെ ഓരോരുത്തർ ഇത് എൻ്റെതാണ്, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ നിന്നാൽ ലദ്ദഅ റിജാലുൻ, ചില ആളുകൾ വാദിച്ചു കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. ലദ്ദഅ അർരിജാൽ എന്ന് പറഞ്ഞിട്ടില്ല, മനുഷ്യന്മാർ മുഴുവൻ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം മനുഷ്യന്മാരെല്ലാവരും ഹക്കും ബാത്തിലും നോക്കാത്തവരല്ല. ലദ്ദഅ റിജാലുൻ, മനുഷ്യന്മാരിൽപ്പെട്ട ചിലർ എന്ത് ചെയ്യും, ഇത്തരം ആവശ്യങ്ങളായിട്ട് വരും. അല്ല, അധിക ആളുകളും വരണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. അതല്ലെങ്കിൽ എൻ്റെതാണ് ഹക്ക് എന്ന് അറിഞ്ഞിട്ടും ഞാനൊരു കേസിനും വക്കാണത്തിനൊന്നുമില്ല, എടുത്തോട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ചില്ലറ കേസിനൊന്നും ഞാനിനി അതിൻ്റെ പേരിൽ അവനോട് തല്ലുകൂടാൻ നിൽക്കുന്നില്ല, അവൻ എടുത്തുകൊള്ളട്ടെ എന്ന് തീരുമാനിക്കുന്ന മാന്യന്മാരായ ആളുകളുമുണ്ട്. അതല്ലാത്ത ചില ആളുകൾ വരും, ലദ്ദഅ റിജാലുൻ, അവർ വന്നിട്ട് എന്തു പറയും, അംവാല ഖൗമിൻ വദിമാഅഹും, ഇന്ന ആളുടെ സമ്പത്തൊക്കെ അത് എൻ്റെതാ, ഇത് എൻ്റെ സ്വത്താണ്, ഞങ്ങളുടേതായിരുന്നു, അത് ഞങ്ങളുടെ പറമ്പായിരുന്നു പണ്ട് എന്നൊക്കെ പറഞ്ഞ അവകാശവാദങ്ങൾ പറയും. ഞങ്ങളുടെ വല്യാപ്പ അത് വാങ്ങി വെച്ചതാണ്, ഞങ്ങളുടെ മൂത്താപ്പ അത് വാങ്ങി വെച്ചതാണ്,
അത് പിന്നെ ഇവർ കൈക്കലാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരും. അല്ലെങ്കിൽ ദിമാഹും, അല്ലെങ്കിൽ രക്തം, ഇന്നയാൾ ഞങ്ങളെ ഇവനെ കൊന്നത് ഇന്നയാളാണ്, ഞങ്ങളുടെ സഹോദരൻ ഇന്ന ആൾ കൊന്നിട്ടുണ്ട്, ഇന്ന രീതിയിലൊക്കെ ആളുകൾ വരും. ഇവിടെ സഹോദരങ്ങളെ പ്രത്യേകം ഈ രക്തത്തിൻ്റെയും സമ്പത്തിൻ്റെയും വിഷയം മാത്രം പ്രത്യേകമാക്കണം എന്നല്ല ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് കോടതികളിൽ പ്രധാനമായും വരുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളൊന്ന് സമ്പത്തും ഒന്ന് രക്തവുമായിരിക്കും. അഥവാ വധക്കേസുകളും, അതല്ലെങ്കിൽ ഇന്നാൾ സമ്പത്ത് കവർന്നു എന്നതായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. അതല്ല എങ്കിൽ എല്ലാ വിഷയവും. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, ഭാര്യയെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, ഭർത്താവിനെ കുറിച്ച് ഇന്നത് പറയുന്നു, അങ്ങനെ പറയുന്നതൊക്കെ വിശ്വസിക്കുക എന്നുള്ളത് നമുക്ക് സാധിക്കുകയില്ല. അതിൻ്റെ എല്ലാ വിഷയങ്ങളുടെയും ഒരു അടിസ്ഥാനം ഈ ഹദീസിലുണ്ട്. ആരാണോ കാര്യങ്ങൾ പറയുന്നത്, ഇന്നാൾ എന്നെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്, ഇന്നാൾ എന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നെ മർദ്ദിച്ചിട്ടുണ്ട്, എന്നെ ഇങ്ങനെ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട് എന്ന ആളുകൾ പറയുന്നതിനനുസരിച്ച് വിശ്വസിക്കാൻ നിന്നാൽ ചില ആളുകൾ വന്നിട്ട് മറ്റവൻ്റെ സമ്പത്തൊക്കെ നിഷ്പ്രയാസം അന്യായമായി എന്ത് ചെയ്യും, കവർന്നെടുക്കും. അതുകൊണ്ടൊരു ജഡ്ജിന് അങ്ങനെ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതല്ലെങ്കിൽ ഒരു മസ്ലഹത്തിന് വേണ്ടി നേതൃത്വം നൽകുന്ന വ്യക്തി ഒരാളത് മാത്രം കേട്ടിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആ വിഷയത്തിൽ ഒരു തീരുമാനം പറയാൻ പാടില്ല. അവൻ ഒരു വാദം പറയുന്നത് സ്ഥിതിക്ക് അവൻ വിശ്വസ്തനായിക്കോട്ടെ, ആരായിക്കോട്ടെ. ദീനുൽ ഇസ്ലാം ഒരു നിരപരാധിയെ ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രതിസ്ഥാനത്ത് നിർത്താൻ അനുവദിക്കുന്നില്ല. വളരെ കൃത്യമായി നീതിയോടുകൂടി തെളിവുകൾ കൊണ്ടുവരുന്ന ആളുകൾക്കാണ് ദീനുൽ ഇസ്ലാമിൽ എന്ത് ചെയ്യുന്നത്, അതിനുള്ള അവകാശം വെച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വളരെ മനോഹരമായ കാര്യം. ദീനുൽ ഇസ്ലാമിൻ്റെ വളരെ അന്തസുറ്റ ആ ഒരു നയം നമുക്ക് കാണാം. വലാകിന്നൽ ബയ്യിനത അലൽ മുദ്ദഇ, ആരാണോ മുദ്ദഇ, വാദിക്കുന്നവൻ, അവൻ്റെ അടുക്കലാണ് ബയ്യിനത്ത് വേണ്ടത്, തെളിവ് വേണ്ടവനാണ്. ആരാണ് വാദിക്കുന്നത്, ഇന്നാൾ എൻ്റെ സഹോദരനെ കൊന്നു, എൻ്റെ വാപ്പയെ കൊന്നു, എൻ്റെ ഭാര്യയെ കൊന്നു, എൻ്റെ മക്കളെ കൊന്നു എന്ന് രക്തത്തിൻ്റെ വിഷയത്തിൽ പറയുന്നവൻ അതിന് തെളിവ് ഹാജരാക്കണം. നീ തെളിവ് ഹാജരാക്കാതെ നീ കേവലം ആരോപിക്കുന്നത് കൊണ്ട് ആരോപിക്കപ്പെടുന്ന വ്യക്തി കുറ്റക്കാരനെ ആവുകയില്ല. അതിൻ്റെ പേരിൽ അവനെ എന്ത് ചെയ്യാൻ പറ്റൂല, ഇസ്ലാമിക കോടതിക്ക് അതല്ലെങ്കിൽ ഈ മസ്ലഹത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരാൾക്ക് അവനെ പ്രതി ചേർക്കാനോ അവനെ ശിക്ഷിക്കാനോ പാടില്ല. അതാണ് പറയുന്നത് വലാകിന്നൽ ബയ്യിനത അലൽ മുദ്ദഇ, ആരാണോ വാദിക്കുന്നവൻ അവൻ ബയ്യിനത്ത് കൊണ്ടുവരണം എന്നാണ്. അഥവാ സത്യത്തെ വ്യക്തമാക്കുന്ന കാര്യത്തിനാണ് ഇവിടെ ബയ്യിനത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സഹോദരങ്ങളെ, ബയ്യിനത്ത് എന്ന് പറയുന്നത് കേവലം സാക്ഷി മാത്രമല്ല, അങ്ങനെ ധരിക്കരുത്. സാക്ഷി മാത്രമല്ല, ബയ്യിനത്ത് 4 കാര്യങ്ങളുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ബയ്യിനത്ത് കോടതി മുഖാന്തരം നമുക്ക് ഹാജരാക്കാവുന്ന കാര്യങ്ങൾ 4 തരത്തിലാണ്. 4 തരത്തിലുണ്ട്. ബയ്യിനത്തായിട്ട് ഒരാൾക്ക്, ഹുജ്ജത്തായിട്ട്, തെളിവായിട്ട് ഒരാൾക്ക് കൊണ്ടുവെക്കാൻ പറ്റുന്നത് 4 തരത്തിലാണ്. ഈ 4 ഓരോന്നിനും അതിൻ്റെതായ പദവികളുണ്ട്. അതിലേറ്റവും ഉന്നത പദവി ഉള്ളത് അൽ ഇഖ്റാറാണ്. എന്ന് പറഞ്ഞാൽ ആരാണോ ഇവൻ പ്രതിയായി ആരോപിക്കുന്നത് അവൻ തന്നെ ഇത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ തെളിവ് കോടതി. ഇപ്പം ഞാൻ ഇന്നയാൾ പറയാണ്, ഇന്നാൾ എൻ്റെ സമ്പത്ത് എടുത്തിട്ടുണ്ട്, ഇന്നാൾ എൻ്റെ ഭൂമി തട്ടിയെടുത്തിട്ടുണ്ട്, അയാൾ തന്നെ കോടതിയിൽ പോയി പറയുകയാണെങ്കിൽ ശരിയാണ്, ഞാൻ തട്ടിയെടുത്തിട്ടുണ്ട് എന്ന് അയാൾ ഇഖ്റാർ നടത്തുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ തെളിവായിട്ട് അവിടെ പറയും. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വ്യഭിചാരം നടന്നിട്ടുണ്ട്, അത് നമുക്ക് വേണ്ട സാക്ഷികളില്ല, പക്ഷേ വ്യഭിചരിച്ച വ്യക്തി തന്നെ വന്ന് പറയാണ് ഞാൻ ഇന്ന ആളുമായി വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് കോടതി മുഖാന്തരം പറയുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അങ്ങനെ വ്യഭിചാര ആരോപണം, വ്യഭിചരിച്ച ഒരു വ്യക്തി വന്നിട്ട്, മഅീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം നമുക്കറിയാം. അതേപോലെ വേറൊരു സ്ത്രീയും വന്നിട്ടുണ്ട്. അവർ വന്ന് ഇഖ്റാറാണ് നടത്തിയത്, ഞാനത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ ഒരാൾ മോഷ്ടിച്ച മോഷ്ടാവ്, പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല, അയാൾ വന്ന് പറഞ്ഞു, അയാൾക്കൊരു മനസ്സാന്തരം ഉണ്ടായി, അയാൾ പറഞ്ഞു ഞാൻ ഇത് മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് കോടതിയിൽ ഉണ്ടാകുന്ന ഏറ്റവും അഖ്വൽ ബയ്യിനാത്താണ്, ഏറ്റവും വലിയ തെളിവായിട്ടായിരിക്കും അത് നിൽക്കുക. അതായത് വന്ന വ്യക്തി ഒരു ഭ്രാന്തനോ മറ്റൊന്നും അല്ല എന്നുള്ളത് കോടതി എന്തായാലും ഉറപ്പുവരുത്തും. എന്നാൽ നേർബുദ്ധിയുള്ളൊരു വ്യക്തി ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാത്തിനും മതിയായ തെളിവാണ്. അതായത് ഖിസാസ് നടപ്പാക്കണമെങ്കിൽ ഇത് മതി, ഞാൻ ഇന്നാളെ കൊന്നിട്ടുണ്ട് എന്ന് ഇയാൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതിനു വേണ്ടി ഇസ്ലാമിക കോടതി അത് പരിഹരിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹുദൂദുകൾ, ഹദ്ദുകൾ ഉണ്ടാകും. ദീനുൽ ഇസ്ലാമിനെ മോഷ്ടിച്ചവൻ്റെ കൈവെട്ടുക, വ്യഭിചരിച്ചവനെ ആ രൂപത്തിൽ കല്ലെറിയുക, അതല്ലെങ്കിൽ വിവാഹം കഴിയാത്തവനാണെങ്കിൽ അവനെ ചാട്ടാവാർ അടിക്കുക, ഇതേപോലുള്ള കാര്യങ്ങൾ. ഈ രൂപത്തിൽ എല്ലാത്തിനും മതിയായ ഒരു കാര്യമാണ് ഒരാൾ ഇഖ്റാർ നടത്തുക എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ബയ്യിനത്ത് എന്ന് പറയുന്നത്. അത് ആരാണോ ആരോപിക്കപ്പെടുന്നത് അവൻ തന്നെ സമ്മതിക്കലാണ്, അവൻ തന്നെ സമ്മതിക്കുന്ന ഒരവസ്ഥ. ചിലപ്പോൾ ഒരു വേള കോടതിയിൽ അവൻ വഷളാകുമെന്ന് കണ്ടതുകൊണ്ട് ചിലപ്പം സമ്മതിച്ചേക്കാം, പല കാരണങ്ങളുണ്ടാകാം സമ്മതിക്കുന്നതിൽ. അതല്ലെങ്കിൽ ആത്മാർത്ഥമായ തൗബ കാരണത്താൽ സമ്മതിച്ചേക്കാം. ഏത് കാരണത്താലായാലും ശരി,
ആരാണോ പ്രതിസ്ഥാനത്തുള്ളത് ആ വ്യക്തി തന്നെ സമ്മതിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബയ്യിനത്ത് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ബയ്യിനത്ത് അതാണ്. രണ്ടാമത്തെ സഹോദരങ്ങളെ ബയ്യിനത്തായിട്ട് പറയാവുന്നത്, കോടതി മുഖാന്തരം കൊണ്ടുവരാവുന്നത് ഷഹാദത്തു ഷുഹൂദ്, സാക്ഷികളുടെ സാക്ഷ്യമാണ്. ആരാണോ ഈ പ്രവർത്തിക്ക് സാക്ഷിയായിട്ടുള്ളത് അവരെ കൊണ്ടുവരാവുന്നതാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട തെളിവുകളിൽപ്പെട്ട പെട്ട ഒരു കാര്യമാണ്, സാക്ഷികളെ കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സാക്ഷികൾ ഉണ്ടെങ്കിൽ ഖിസാസ് നടപ്പാക്കാൻ, അഥവാ കൊലക്ക് പകരം കൊല, അത് നടപ്പാക്കാൻ, അതല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിൽ മറ്റു പല ഹദ്ദുകൾ നടപ്പാക്കാൻ അത് മതിയായതാണ് എന്നാണ്. എന്നാൽ ഈ സാക്ഷികൾ കൊണ്ടുവരുമ്പോൾ എല്ലാ സാക്ഷികളും ഒരുപോലെയല്ല, അതിൽ വ്യത്യസ്ത പദവികളുണ്ട്. ഈ രണ്ടാമത്തെ കാര്യത്തിൽ തന്നെ വ്യത്യസ്ത പദവികളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഷഹാദത്തു റജുലൈനി ഫഅക്സർ, രണ്ടോ അതിലധികമോ പുരുഷന്മാരെ തെളിവിന് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ഷഹാദത്തിൽ അവലംബിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാക്ഷികൾ എന്ന് പറഞ്ഞാൽ രണ്ട് പുരുഷന്മാരായിരിക്കുക എന്നാണ്. അതല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടായാൽ അത്രയും ബലപ്പെട്ടതായി ഒരു കാര്യം. ഇന്നാൾ കൊന്നത് ഞങ്ങൾ കണ്ടതാണ്, ഇത് രണ്ടാൾ പറഞ്ഞാൽ തന്നെ അത് ബലപ്പെട്ട തെളിവായി. കോടതി അവരെ വിചാരണ ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വഅശ്ഹിദു ദവൈ അദ്ലിൻ മിൻകും, നിങ്ങളിൽ നീതിപൂർവം കാര്യങ്ങൾക്ക് സാക്ഷി പറയുന്ന രണ്ടാളുകളെ സാക്ഷിയാക്കി കൊണ്ടുവരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്, വസ്തശ്ഹിദു ഷഹീദൈനി മിൻ റിജാലിക്കും, പുരുഷന്മാരിൽ നിന്നും രണ്ട് സാക്ഷികളെ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രണ്ട് സാക്ഷികൾ ഉണ്ടായാൽ അവന് ബയ്യിനത്തായി. ഇവനൊരു കാര്യം പറയുന്നുണ്ട്, ഇന്നാൾ എൻ്റെ സമ്പത്ത് എടുത്തിട്ടുണ്ട്, ഇന്നാൾ ഇങ്ങനെ കൊന്നിട്ടുണ്ട്. രണ്ട് സാക്ഷികളെ കൊണ്ടുവന്നാൽ ഇവന്റെ കയ്യിൽ ഉറച്ച തെളിവായി മാറി. എന്നാൽ ഇവിടെ വ്യഭിചാരത്തിന് ഒഴികെ അതിന് പ്രത്യേക നിയമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരത്തിന്റെ വിഷയത്തിൽ 4 സാക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. 4 ആളുകൾ കാണണം, അത് പ്രത്യേക നിയമമാണത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ, അത് കൊലപാതകമാകട്ടെ, സമ്പത്ത് മോഷ്ടിച്ച കാര്യമാകട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വിഷയമാകട്ടെ, ഒരാൾ മർദ്ദിച്ചു, എന്തുമാകട്ടെ, അങ്ങനെ ദീനുൽ ഇസ്ലാമിൽ ഏത് നിയമത്തിനും 2 സാക്ഷികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നോക്കും. സാക്ഷിയുമായി ബന്ധപ്പെട്ട ആൾ കളവ് പറയുന്നതാണോ, അതൊക്കെ പിന്നീട് ജഡ്ജിയുടെ കയ്യിലാണ്. പക്ഷെ ഇവന്റെ കയ്യിൽ ബയ്യിനത്തായിട്ട് ഇവന് കൊണ്ടുവരാൻ പറ്റുന്നത് 2 സാക്ഷികളെ കൊണ്ടുവരാം. ഇത് സാക്ഷികളെ കൊണ്ടുവരുന്ന വിഷയത്തിലുള്ള ഒന്നാമത്തെ പദവിയാണ്. ഇനി അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഷഹാദത്തു റജുലിൻ വംറഅതൈൻ, ഒരു പുരുഷനായ ഒരു സാക്ഷിയെയും 2 സ്ത്രീകളെ കൊണ്ടുവന്നാലും അത് മതിയായതാണ്. അതിന് തുല്യമാണ്. ഒരു പുരുഷൻ രണ്ടാമതൊരു പുരുഷനെ കിട്ടിയിട്ടില്ല എങ്കിൽ അവന് 2 സ്ത്രീയെ വേണം, ഒരു സ്ത്രീ പോരാ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്, വസ്തശ്ഹിദു ഷഹീദൈനി മിൻ റിജാലിക്കും എന്ന് പറഞ്ഞതിന് ശേഷം, അതായത് സൂറത്തുൽ ബഖറയിലെ ആയത്തുദ്ദൈനിൽ കടവുമായി ബന്ധപ്പെട്ട് അതിന് സാക്ഷി വെക്കേണ്ട വിഷയത്തിൽ പറയുന്നതാണ്, നിങ്ങൾ 2 പേരെ സാക്ഷിയായി കൊണ്ടുവരണം. ഫൈൻ ലം യകൂന റജുലൈനി, ഇനി 2 പുരുഷന്മാരില്ലെങ്കിൽ ഫറജുലുൻ വംറഅതാനി മിമ്മൻ തർദൗന മിനശ് ശുഹദാഇ അൻ തദില്ല ഇഹ്ദാഹുമ ഫതുദക്കിറ ഇഹ്ദാഹുമ അൽ-ഉഖ്റ, നിങ്ങൾക്ക് തൃപ്തിയുള്ള സാക്ഷികളിൽ നിന്നും ഒരു പുരുഷനെയും 2 സ്ത്രീകളെയും കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അത് സ്ത്രീകൾക്ക് അവരെ നാഖിസാത്തു അഖ്ലിൻ വദീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല. ലൈസ ദക്കറു കല്ലുൻസ, സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല. സ്ത്രീയാകുമ്പോൾ പുരുഷന്റെ അതേ സ്ഥാനം അവൾക്ക് ലഭിക്കുന്നില്ല, അവൾ 2 പേരെ കൊണ്ടുവരണം. കാരണം അൻ തദില്ല ഇഹ്ദാഹുമ ഫതുദക്കിറ ഇഹ്ദാഹുമ അൽ-ഉഖ്റ, അവൾക്ക് വല്ല പിശകും വന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ അവൾക്ക് ചിലപ്പോൾ ബേജാറിൽ ചിലപ്പോൾ പലതും അങ്ങനെ ഇങ്ങനെയൊക്കെ വലിയ വലിയ വിഷയങ്ങൾക്കൊന്നും സ്ത്രീ ദുർബലതയുള്ളവളാണ്. അതല്ലാതെ ദീനുൽ ഇസ്ലാമിൽ സ്ത്രീയെ കൊച്ചാക്കുന്നതല്ല, സ്ത്രീയെ കൊടുക്കേണ്ട സ്ഥാനം ദീനുൽ ഇസ്ലാമിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു സ്ത്രീക്ക് ചിലപ്പോൾ വേണ്ട രൂപത്തിൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുകയില്ല, അവൾക്ക് പിശക് വരാൻ സാധ്യതയുണ്ട്, മറന്നുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തദില്ല ഇഹ്ദാഹുമ ഫതുദക്കിറ ഇഹ്ദാഹുമ അൽ-ഉഖ്റ, ഒരാൾക്ക് പേച്ചുപോയാൽ മറ്റേ ആൾ പറയല്ല ഇങ്ങനെയല്ല വിഷയം എന്ന് പറയാൻ 2 ആൾ വേണം. ഒരു പുരുഷന്റെ സ്ഥാനത്ത് 2 ആൾ വേണം. അപ്പം അങ്ങനെ ഒരു പുരുഷന് 2 സ്ത്രീ ഉണ്ടെങ്കിൽ അതും ഇവിടെ കോടതിയിൽ കൊണ്ടുവരാൻ പറ്റിയ തെളിവാണ്. മൂന്നാമതായിട്ടുണ്ടാവുക ഷാഹിദുൻ വാഹിദ്, ഒറ്റ സാക്ഷി അവിടെ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഒരാൾ ആവശ്യത്തിന് സാക്ഷിയായിട്ടുള്ളൂ. ഇപ്പം ഇവിടെ നമുക്കിത് കൊണ്ടുവരാൻ പറ്റുമോ? പണ്ഡിതന്മാർ പറയും പറ്റും, പക്ഷെ ഇതൊരു ദഈഫായ ദുർബലമായ ഒരു ബയ്യിനത്താണ്, ഒരാളെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സാക്ഷിയേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഖിസാസിനൊന്നും കൊണ്ടുവരാൻ പറ്റൂല. അഥവാ ഒരാളെ കൊന്നതിന് പകരം കൊല്ലാൻ ഒറ്റ സാക്ഷി ഉണ്ടായിട്ട് പോരാ, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഒരാൾ മാത്രം പറഞ്ഞാൽ അതുപോലെ. കാരണം ദീനുൽ ഇസ്ലാം അത്രയും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന കാര്യം വളരെ ഗൗരവത്തിൽ പരിഗണിക്കുന്നുണ്ട്. ഒരാളെ ഉള്ളൂ എങ്കിൽ അത്തരം ഹദ്ദുകൾക്കും ഖിസാസുകൾക്കും പറ്റൂല, പ്രതിക്രിയകൾക്ക് പറ്റൂല. അതല്ലെങ്കിൽ മോഷ്ടിച്ചതിന് കൈവെട്ടുക, മദ്യപിച്ചതിന് അതിന് അടി, അതേപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇത് പറ്റൂല. പക്ഷെ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് അത് മതിയായതാണ് എന്നാണ്. സാമ്പത്തികമായ കാര്യങ്ങൾക്കാണെങ്കിൽ ഒരു സാക്ഷിയെ പരിഗണിക്കും. അത് വെറുതെ പരിഗണിക്കുന്നതല്ല, ആ സാക്ഷി എന്ത് ചെയ്യണം, സത്യം ചെയ്തു പറയണം. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് പറയുക
എന്നുള്ള കാര്യം കൂടി അയാൾക്കുണ്ട് എന്നാണ്. ഒരിക്കൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖളാ ബിയമീനിൻ വശാഹിദ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇമാം മുസ്ലിമിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാക്ഷിയും അയാളുടെ സത്യവും കൊണ്ട് സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിധി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. സത്യം ചെയ്ത് പറയാന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു പറയുക എന്നുള്ളത് അത് ഉള്ള കാര്യമാണെങ്കിൽ പോലും അള്ളാഹിൻ്റെ പേരിൽ സത്യം ചെയ്യാൻ ഒരു പേടി ഉണ്ടാകും. ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ പേരിൽ സത്യം ചെയ്തു പറയുക എന്നുള്ളത് വളരെ പേടിയുള്ള കാര്യമാണ്. വെറുതെ അവർ പറയുകയില്ല. പ്രത്യേകിച്ചും ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒരു വ്യക്തിയെ ഉള്ളൂ എങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം? അയാൾ പ്രത്യേകം സത്യം ചെയ്ത് പറയണം. ഞാനത് വല്ലാഹി കണ്ടിട്ടുണ്ട്, അല്ലെ വല്ലാഹി ഇന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്, വല്ലാഹി ഇന്നയാളാണ് അത് ചെയ്തതെന്ന് എനിക്കറിയാം. ആ രൂപത്തിൽ അയാൾ സാക്ഷ്യം പറയുകയാണെങ്കിൽ അത് തന്നെ സാമ്പത്തികമായ വിഷയങ്ങളിലും മറ്റുമൊക്കെ പരിഗണിക്കുകയുള്ളൂ. ഹദ്ദുകളിൽ ഒരാളെ കൊല്ലുന്നതിനോ അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മറ്റു നിയമങ്ങൾ, പ്രധാനപ്പെട്ട പ്രതിക്രിയ നിയമങ്ങൾക്കോ ഒന്നും പരിഗണിക്കുകയില്ല എന്നാണ്. നാലാമത്തെ പദവി സാക്ഷികളെ കൊണ്ടുവരുന്ന ബയ്യിനത്തിന്റെ രണ്ടാമത്തെ വിഷയത്തിലെ നാലാമത്തെ പദവിയാണ് പറയുന്നത്. അത് ഷഹാദത്തുൻ നിസാഇ ബിമുഫ്രദിൻ. സ്ത്രീ ഒരാളെ ഉള്ളൂ, ഈ സാക്ഷി കൊണ്ടുവരുന്നത് ഒരൊറ്റ സ്ത്രീയേ ഉള്ളൂ എങ്കിൽ സഹോദരങ്ങളെ അത് ഒരു ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം പരിഗണിക്കുമെന്നാണ്. പ്രത്യേക വിഷയങ്ങളിൽ പരിഗണിക്കും. ഒറ്റ സ്ത്രീയേ ഉള്ളൂ എങ്കിൽ അത് ഏത് വിഷയങ്ങളാണ്? സ്ത്രീകൾ മാത്രം കാണുന്നതായ ചില, സ്ത്രീകൾക്ക് മാത്രം അറിയാവുന്നതായ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഒറ്റ സ്ത്രീയുടേത് പരിഗണിക്കുമെന്നാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു മിസ്ലു റദാഅ, മുലയൂട്ടുന്ന വിഷയത്തിൽ. മുലയൂട്ടുന്ന വിഷയത്തിൽ പൊതുവെ എല്ലാ പുരുഷന്മാരും കണ്ടോളുന്നില്ല. കാരണം മുലയൂട്ടുന്നതൊക്കെ അവർ പ്രൈവറ്റായിട്ടും മറ്റു ആയിരിക്കും, വീട്ടിനകത്തൊക്കെ ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ഇന്നയാളെ മുലയൂട്ടിയിട്ടുണ്ട് എന്നൊരു സ്ത്രീ പറഞ്ഞാൽ അത് ദീനുൽ ഇസ്ലാമിൽ അത് വകവെക്കുന്നതാണ്. ഇപ്പം എവിടെയാണ് മുലയൂട്ടുന്ന വിഷയമായി പ്രധാനപ്പെട്ടൊരു തർക്കം വരാനൊക്കെ എന്താ ഉള്ളത്? തർക്കം വരാൻ നിക്കാഹിന്റെ വിഷയത്തിലാണ്. ഒരു സ്ത്രീ രണ്ടാൾക്കാരെ മുലയൂട്ടിയിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും സഹോദരങ്ങളാണ്, മുലയൂട്ടുന്ന രീതിയിലുള്ള സഹോദരങ്ങളാണ്. അവർക്ക് പരസ്പരം നിക്കാഹ് പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിവാഹം നടന്നു. ഉഖ്ബത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വഹാബിയാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തപ്പോൾ ഫജാഅത്ത് ഇംറഅത്തുൻ ഫഖാലത്ത്, അവർക്ക് രണ്ടുപേർക്ക് മുലയൂട്ട ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അൻഹ അർദഅത് ഉഖ്ബ വല്ലത്തി തസവ്വജഹ, ഉഖ്ബയെയും ഉഖ്ബ വിവാഹം ചെയ്ത സ്ത്രീയെയും ഞാൻ മുലയൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല ഉഖ്ബത്തു റളിയല്ലാഹു അൻഹു, ഉഖ്ബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അലമു അന്നക അർദഅതീനി വമാ അഖ്ബർതീനി, നീ എന്നെ മുലയൂട്ടത് എനിക്കറിയില്ല, നീ ഇത് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ അങ്ങനെ ഒരു വിഷയം ഇത്രയും കാലം, ഇപ്പം വിവാഹം കഴിക്കണ ഇത്രയും പ്രായമാവുമല്ലോ, ഈ കാലത്തിനിടയിൽ ഇതുവരെ നിങ്ങൾ മുലയൂട്ടിയത് കാര്യം എനിക്ക് അറിയില്ല, നിങ്ങളെ തന്നെ അറിയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പെട്ടെന്ന് ആ ഷോക്കിൽ തിരിച്ചു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവരെത്തി. ഫസഅലഹു ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ വഖദ് ഖീൽ, അവരിങ്ങനെ പറഞ്ഞിരിക്കുക പിന്നെ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബയോട് പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, അതനുസരിച്ച് വിധിക്കുകയാണ് ഉണ്ടായത്. ഫറജഅ ഫഫാറഖഹ റളിയല്ലാഹു അൻഹു വറളാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവരെ വേർപിരിക്കുകയാണ് ഉണ്ടായത്. കാരണം അവർ സഹോദരങ്ങളാണ്, സഹോദരങ്ങൾ തമ്മിൽ വിവാഹം പാടില്ല. അപ്പൊ അവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ സാക്ഷ്യം പരിഗണിച്ചു എന്നാണ്. അത് എത്തരം ഘട്ടങ്ങളിലാണ്? സ്ത്രീകൾ മാത്രം അറിയുന്നതായ ചില വിഷയങ്ങൾ ഉണ്ടാകും. അത്തരം ഒരു ദറൂറത്തിന്റെ അവസ്ഥ എന്നാണ് പണ്ഡിതന്മാർ പറയുക. അത് പൊതുവെ പുരുഷന്മാർക്ക് അറിയാത്തതായ ചില സ്ത്രീകൾ അറിയുന്ന വിഷയങ്ങളായിരിക്കും. അത്തരം വിഷയങ്ങളിൽ എന്ത് ചെയ്യും? ഒരു സ്ത്രീയുടേതും പരിഗണിക്കുന്നതാണ് എന്നാണ്. നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ ബയ്യിനത്ത് ഇഖ്റാറാണ്. അത് ഒരാൾ സ്വന്തം കോടതിയിൽ പോയി അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തു എന്ന് പറയലാണ്, അത് ഏറ്റവും ശക്തമായ തെളിവാണ്. രണ്ടാമത്തേത് സാക്ഷികളിൽപ്പെട്ട സാക്ഷികൾ വരിക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ 4 പദവികൾ പറഞ്ഞത്. ഒന്നാമത്തേത് 2 പുരുഷന്മാരായ സാക്ഷികൾ, അതാണ് സാക്ഷികളുടെ അടിസ്ഥാനം, അതാണ്. രണ്ടാമത്തേത് ഒരു പുരുഷനോടൊപ്പം 2 സ്ത്രീ ഉണ്ടായാലും അത് സമമാണ്, അതേപോലെ തന്നെ പരിഗണിക്കും. മൂന്നാമത്തേത് ഒരൊറ്റ പുരുഷനേ ഉള്ളൂ. അവിടെ നമ്മൾ പറയും, അവിടെ സത്യം ചെയ്തുകൊണ്ട് അവൻ പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കും. അത് തന്നെ പ്രതിക്രിയ വിഷയങ്ങളിലും സ്വീകരിക്കുകയില്ല, സാമ്പത്തികമായ ഇടപാടുകളിലും മറ്റുമൊക്കെ സ്വീകരിക്കുകയുള്ളൂ. നാലാമത്തേത് ഒരു സ്ത്രീ മാത്രമുള്ള വിഷയമാണ്, അതും ഇത്തരം വിഷയങ്ങളിൽ മാത്രം, അതായത് സ്ത്രീകൾക്ക് മാത്രം അറിയാവുന്ന ഈ രൂപത്തിലുള്ള വിഷയങ്ങളിൽ മാത്രം ആ ഒരൊറ്റ സ്ത്രീയുടെ സാക്ഷ്യം അതും പരിഗണിക്കും എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞു വന്നത്. മൂന്നാമത്തെ കാര്യം, അത് തെളിവുകളിൽപ്പെട്ട, അത് ബയ്യിനത്തിൽപ്പെട്ട, അത് വാദിക്കുന്നവൻ ബയ്യിനത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അതിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം അൽ ഖിസാമ എന്ന് പറയും.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖിസാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു അൻ തഖൂമ ഖരീനത്തുൻ അലാ അന്ന ശഖ്സൻ ഖദ് ഖതല ശഖ്സൻ ലാകിൻ ലാ ശുഹൂദ വലാ ഇഖ്റാർ. കൊലപാതകത്തിന്റെ വിഷയം എടുക്കുകയാണെങ്കിൽ അവർ പറയാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നു എന്നുള്ളതിന് നേർക്ക് നേരെ സാക്ഷികളില്ല, കൊന്ന വ്യക്തി ഞാനത് അംഗീകരിച്ചു എന്ന് പറയുന്നില്ല, ഇഖ്റാറും നടക്കുന്നില്ല, രണ്ടാമത് പറഞ്ഞ സാക്ഷിയുമില്ല. പക്ഷെ ചില സാഹചര്യ തെളിവുകൾ അവിടെ ഉണ്ട്, അത് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ചില സാഹചര്യ തെളിവുകളുണ്ട്. എന്താണ് സാഹചര്യ തെളിവുകൾ? പണ്ഡിതന്മാർ പറയുന്നു ഇവർ രണ്ടുപേരും ദീർഘകാലം ആ രൂപത്തിൽ അങ്ങോട്ട് കൊല്ലും, ഇങ്ങനെ പോർവിളികളൊക്കെ നടത്തിയ ആൾക്കാരാണ്. നിന്നെ ഞാൻ കാണിച്ചു തരാം. ആ രൂപത്തിൽ സംസാരങ്ങളൊക്കെ എന്നും നടക്കുന്നതായിട്ട് ആളുകൾക്കറിയാം. അതുകൊണ്ട് ഒരു സാഹചര്യ തെളിവുണ്ട്, പക്ഷെ ആരും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യ തെളിവുണ്ട്. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇയാള് സാക്ഷിയൊന്നുമില്ല, ഇയാളുടെ കയ്യിൽ കൊന്നതിന്റെ എന്തെങ്കിലുമൊക്കെ അടയാളം, അല്ലെ, ഒരു ഉദാഹരണത്തിന് ഈ വ്യക്തിയെ കൊന്നു, ആ ചോരയുമായി ഇങ്ങനെ പോയ സ്ഥലത്ത് ഇന്നടുത്തൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നായൊക്കെ കൊണ്ടുവന്ന് കിട്ടിയാൽ ഈ സാഹചര്യ തെളിവ് അവിടെ ഉള്ളൂ, യക്കീനല്ല. അവിടെ ഒരു രണ്ട് മുസ്ലിം ആയ ഒരു വ്യക്തി കണ്ടതുപോലെ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. അതൊക്കെ സാഹചര്യ തെളിവുകൾ മാത്രമാണ്. കാരണം വേറൊരാൾക്ക് വേണമെങ്കിൽ കബളിപ്പിക്കാൻ വേണ്ടി ഈ രൂപത്തിലൊക്കെ ചെയ്യാവുന്നതാണ്. കബളിപ്പിക്കുന്നതിന് വേണ്ടി ഈ രൂപത്തിലൊക്കെ പല രീതിയും മോഷ്ടാക്കളും അതേപോലെ കൊലപാതകളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആരാണോ അവനെതിരെ വാദിക്കുന്നത് അവർ 50 പ്രാവശ്യം സത്യം ചെയ്തു പറയണം എന്നാണ്. അള്ളാഹുവിന്റെ പേരിൽ 50 പ്രാവശ്യം സത്യം ചെയ്തു പറയണം. ഇൻഷാ അല്ലാഹ് അവസാനത്തിൽ അള്ളാഹുവിന്റെ പേരിൽ അന്യായമായി സത്യം ചെയ്ത് പറയുന്ന ആളുകൾക്കുള്ള ശിക്ഷയെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പറയാം. അപ്പൊ അവർ 50 പ്രാവശ്യം സത്യം ചെയ്ത് പറയണം എന്നാണ്. ഇവിടെ ഒന്നുകിൽ 50 ആളുകൾ കുടുംബത്തിൽ നിന്ന്, അഥവാ ആരാണോ കൊല്ലപ്പെട്ട വ്യക്തികളുണ്ടാവും, അവരെ ഔലിയ ഉദ്ദം എന്ന് പറയും, അവരെ ആൾക്കാരുണ്ടാവും, അവരെ രക്ഷാധികാരികളായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ആളുകളുണ്ടാവും. അവർ 50 ആളുണ്ടെങ്കിൽ അങ്ങനെ 50 ആളും അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറയണം. അതല്ലെങ്കിൽ ഇവർ 5 ആളുകളുണ്ടെങ്കിൽ ഓരോരുത്തരും 10 പ്രാവശ്യം വീതം അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറയണം. എങ്കിൽ അതനുസരിച്ചിട്ടുള്ള നടപടികൾ നടക്കുമെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. ആ ഹദീസ് പ്രകാരമാണ് അന്ന നഫറം മിനൽ അൻസാരി ദഹബു ഇലാ ഖൈബർ. അൻസാരികളിൽപ്പെട്ട മദീനക്കാരായ ഒരാൾ ഖൈബറിലേക്ക്, മദീനയിൽ നിന്ന് അടുത്തൊരു പ്രദേശമാണ് ഖൈബർ എന്ന് പറയുന്നത്, ഖൈബറിലേക്ക് പുറപ്പെട്ടു. വതഫറഖു ഫീ ഖൈബറിൻ ബൈനൽ യഹൂദി ഫഖുതില അഹദുഹും. അത് ഖൈബറിന്റെ അടുക്കലെത്തിയപ്പോൾ അവർ വ്യത്യസ്ത രീതിയിലൊക്കെ സഞ്ചരിച്ചു. പക്ഷേ ഇതിനിടയിൽ യഹൂദികൾ എപ്പോഴും മുസ്ലിങ്ങളോട് പകവോക്കുമായി നടക്കുന്ന ആളുകളാണ്. അവരിൽ ഒരാൾ എന്ത് ചെയ്തു? യഹൂദികളാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ നമുക്കറിയാം യഹൂദികളുടെ ശത്രുത എന്ന് പറയുന്നത് അറിയപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഫലമ്മ റജഉ ഇലൽ മദീനതി തകല്ലമ ഔലിയാഉൽ മഖ്തൂൽ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ മദീനയിലേക്ക് എത്തിയപ്പോൾ കൊല്ലപ്പെട്ടവന്റെ കുടുംബക്കാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇങ്ങനെ ഖൈബറിൽ പോയതാണ്, ആരാണ് കൊന്നതെന്ന് അറിയില്ല, പെട്ടെന്ന് അങ്ങനെ കൊല്ലപ്പെട്ടു, അങ്ങനെയാണ് കാണുന്നത്. ആ രൂപത്തിൽ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹ്ലിഫൂന 50 യമീനൻ വതസ്തഹിഖുന ദമൽ ഖാതിൽ ഔ ദമ സാഹിബുക്കും. നിങ്ങൾ 50 പ്രാവശ്യം എന്ത് ചെയ്യണം? സത്യം ചെയ്ത് പറയണം, ഇന്ന ആളാണ് കൊന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് സംശയമുള്ള ഒരാളുണ്ടാവുമല്ലോ, അപ്പം അയാൾ നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾക്ക് അങ്ങനെ തെളിവൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് പറയണമെന്ന് പറഞ്ഞു. 50 സത്യം ചെയ്ത് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഒരാൾ എന്ത് ചെയ്യില്ല, ഉറപ്പില്ലാത്ത കാര്യം സത്യം ചെയ്ത് പറയില്ല. അതൊരു മുഅ്മിന്റെ ക്വാളിറ്റിയാണ്. അതാണ് ദീനുൽ ഇസ്ലാം പരിഗണിക്കുന്നത്. ഒരു വിശ്വാസിയാണെങ്കിൽ ഉറപ്പില്ലാതെ വെറുതെ 50 പ്രാവശ്യം സത്യം ചെയ്യാൻ പറയും, ഒരു പ്രാവശ്യം പോലും പറയില്ല. കാരണം അങ്ങനെ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിന്ന് തന്നെ പെട്ടെന്ന് പിടിക്കുന്നതാണ്. സത്യം ചെയ്യുന്ന അള്ളാഹുവിന്റെ പേരിൽ കള്ളസത്യം നടത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിന്ന് തന്നെ അതിനുള്ള ശിക്ഷ അവർ നേർക്കുനേരെ അനുഭവിക്കേണ്ടി വരും. ഇതറിയുന്ന ആളുകൾ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നതിനെ കുറിച്ച് പേടിയുള്ള ആളുകൾ സത്യം ചെയ്യുകയില്ല. അതുകൊണ്ട് അത്ര ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറയാവൂ ഇന്നാളാണ് കൊന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? 50 പ്രാവശ്യം 50 ആളുകൾ സത്യം ചെയ്യണം എന്ന് പറഞ്ഞു. അവർ ചോദിച്ചിട്ടുണ്ട്, യാ റസൂലല്ലാഹ് മാ ഷഹീദ്ന വലാ അലിംന കൈഫ നഹ്ലിഫ്. അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളത് സാക്ഷിയായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് സത്യം ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ യഹ്ലിഫൂന ലക്കും 50 യമീന. നിങ്ങൾ സാക്ഷിയായിട്ടില്ല, നിങ്ങൾക്ക് 50 പ്രാവശ്യം സത്യം ചെയ്ത് ഇന്നയാളാണെന്ന് പറയാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്കത് പറയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സഹോദരങ്ങളെ മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്. അഥവാ ഒരു സാഹചര്യ തെളിവ് മാത്രമേ ഉള്ളൂ എങ്കിൽ, സാഹചര്യ തെളിവ് ഉണ്ടാവണം, അത് പ്രത്യേകിച്ച്. സാഹചര്യ തെളിവൊന്നും ഇല്ലാതെ വെറുതെ 50 ആൾക്ക് സത്യം ചെയ്തുകൊണ്ട് അവിടെ പരിഗണിക്കൂല. അത് പ്രത്യേകിച്ച് മനസ്സിലായി. ഇസ്ലാമിക ഭരണത്തിൽ അവിടെ കോടതിയിൽ സാഹചര്യ തെളിവുകൾ ഹാജരാക്കിയതിന് പുറമെയാണ് ഇവർ പറയുന്നത് 50 സത്യം പരിഗണിക്കുന്നത്. അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുക. നാലാമത്തെ ബയ്യീനാത്തിൽപ്പെട്ടതാണ് ഷഹാദത്തുൽ ആദ, അഥവാ ആദത്ത്, പൊതുവെ സംഭവിക്കാൻ സാധ്യതയുള്ള അനുസരിച്ചിട്ടുള്ള സാക്ഷ്യം. ഉദാഹരണത്തിന് 2 ആളുകൾ തമ്മിൽ തർക്കം ഉണ്ടായി. ഒരാൾ ഒരു പണ്ഡിതനാണ്, രണ്ടാമത്തെ ഒരു കർഷകനാണ്. ഇവർ തമ്മിലുള്ള തർക്കം എന്ന് പറയുന്നത് ഒരു മഴുവിന്റെ വിഷയത്തിലാണെന്ന് വിചാരിക്കുക. ഒരു മഴുവിന്റെ വിഷയത്തിലാണ്. ഈ മഴു എൻ്റെതാണെന്നാണ് കർഷകൻ പറയുന്നത്, ഇതെൻ്റെതാണെന്നാണ് ആര് പറയുന്നത്? പണ്ഡിതൻ പറയുന്നത്.
സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം കോടതിയിലേക്ക് എത്തിയാൽ അവർക്ക് പ്രത്യേകിച്ച് സാക്ഷിയൊന്നുമില്ല. ഇത് എൻ്റെതാണെന്ന് അറിയിക്കാൻ പ്രത്യേകിച്ച് മുദ്രയൊന്നും രണ്ടുപേർക്കും ഇല്ല, രണ്ടാളുകൾക്കും സാക്ഷിയല്ല. വാദിക്കുന്ന രണ്ടുപേരും വാദിക്കുന്നുണ്ട് ഇൻ്റെതാണ് എന്നാണ്. ഇപ്പോൾ ഇവിടെ സ്വാഭാവിക നിയമപ്രകാരം പൊതുവെ ആർക്കാണ് ഈ മഴ ഉണ്ടാവുക? അത് കർഷകനായിരിക്കും, അയാൾക്കായിരിക്കും വിധിക്കുക. എന്നിട്ട് മറിച്ച് ഇവർ രണ്ടുപേരും തമ്മിലുള്ള തർക്കം ഒരു ഗ്രന്ഥത്തിന്, കിതാബിൻ്റെ വിഷയം, ഈ കിതാബ് എൻ്റെതാണ് എന്ന് കർഷകൻ പറയുകയും കിതാബ് എൻ്റെതാണെന്ന് പണ്ഡിതൻ പറയുകയും ചെയ്താൽ അവിടെ പണ്ഡിതനായിരിക്കും എന്ത് ചെയ്യുക? കാര്യങ്ങൾ നൽകുക. ഇത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലാണ് സഹോദരങ്ങളെ ഇതൊക്കെ നടത്തുക. അപ്പം അതേപോലെ തന്നെയാണ് ഒരു വീടിൻ്റെ ഒക്കെ വിഷയത്തിൽ. ഒരാൾ ദീർഘകാലം 10-15 കൊല്ലമൊക്കെ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട്, ആരും അയാൾക്കെതിരെ പറഞ്ഞിട്ടില്ലെന്ന് ജനങ്ങളൊക്കെ കാണുന്നുണ്ട്, അയാൾ ആ വീട്ടിൽ പോകുന്നുണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തി വന്നിട്ട് ഇതെൻ്റെ വീടാണ് എന്ന് പറയുമ്പോൾ അവിടെ ആദത്തനുസരിച്ചിട്ടാണ് അവിടെ പറയുക. കാരണം ഇയാൾ ഇത്രയും കാലം അവിടെ ഉള്ളതാണ്. ഇയാൾ വെറുതെ വന്നിട്ട് ഇനിയിപ്പോൾ അവിടെ വാദിച്ചാൽ അത് പരിഗണിക്കാൻ പറ്റൂല. അപ്പം മറ്റേ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അയാൾക്ക് ചിലപ്പോൾ എൻ്റെതാണെന്ന് അറിയിക്കേണ്ട തെളിവും ചിലപ്പോൾ അയാൾക്കും ഉണ്ടാവുകയില്ല. അപ്പം ഇത്രയും കാലം ആരാണോ അവിടെ താമസിച്ചത് അയാൾക്ക് എന്ത് ചെയ്യും? അതിനുള്ള ഹക്ക് കിട്ടുമെന്നാണ്. പക്ഷേ ഇവിടെ ഇതൊരൊറ്റ ഷാഹിദിൻ്റെ ബലമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ നേരത്തെ സാക്ഷിയിൽ 2 സാക്ഷികളുടെ കാര്യം പറഞ്ഞു. ആ 2 സാക്ഷിയുടെ ഫായിദ ഇയാൾ കിട്ടുകയില്ല, ഒരൊറ്റ സാക്ഷിയുടെ രീതി മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളൊന്നും എന്തിനു പറ്റൂല, നമ്മുടെ ഖിസാസിനൊന്നും, പ്രതിക്രിയകൾക്കും, കൊലക്ക് പകരം കൊല, ഇത്തരം വിഷയങ്ങൾക്കൊന്നും ഇത് പറ്റുകയില്ല. അതല്ലാത്ത ചില മസലകൾക്കൊക്കെ ഇത് പരിഗണിക്കുകയുള്ളൂ എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. ഇനിയിവിടെ പറയുന്നത് വലാക്കിന്നൽ ബയ്യിനത അലൽ മുദ്ദഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരാണോ വാദിക്കുന്നത് അവൻ തെളിവ് ഹാജരാക്കട്ടെ എന്നാണ് പറയുന്നത്. ഇനി അൽ മുദ്ദഇ അൽ മുദ്ദഅ അലൈ, ആരാണോ ആർക്കെതിരെയാണോ വാദിക്കുന്നത് അവനാണ് അൽ മുദ്ദഅ അലൈ എന്ന് പറയുന്നത്. അപ്പം അതിൽ തന്നെ ദീനുൽ ഇസ്ലാമിൽ അതൊരു ചർച്ചയുണ്ട്. ആരാണ് ഇപ്പം വാദിക്കുന്നവൻ തെളിവ് കൊണ്ടുവരണം, ആർക്കെതിരെയാണോ വാദിക്കപ്പെടുന്നത് അവൻ എന്ത് ചെയ്താൽ മതി? ഇല്ല, വല്ലാഹി ഞാനിത് അങ്ങനെയല്ലോ പറയുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് രക്ഷപ്പെട്ടു. ഒരാൾ പറയാണ് ഇന്ന ആളാണ് കൊന്നത്, അപ്പോൾ കോടതി ആദ്യം തന്നെ നീ കൊന്നു എന്ന് പറയുന്നുണ്ട്, നീ കൊന്നിട്ടില്ല എന്ന് തെളിവ് അവനോട് ചോദിക്കൂല, ഇവനോടാണ് ചോദിക്കുക. നീയാണല്ലോ കൊന്നു എന്ന് പറയുന്നത്, എന്താണ് ഇയാൾ കൊന്നു എന്നുള്ളതിന് തെളിവ്? നീയാണല്ലോ ഇയാൾ മോഷ്ടിച്ചു എന്ന് പറയുന്നത്, എന്താണ് മോഷ്ടിച്ചു എന്നുള്ളതിന് തെളിവ്? ഇയാൾ അത് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പുറത്ത് ഇവനോട് പറയും, നീ അള്ളാഹുവിനോട് തൊട്ട് സത്യം ചെയ്ത് പറയും ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ളത്. കാരണം ചില സമയത്ത് ഇയാൾക്ക് വേണ്ടത്ര തെളിവുണ്ടാവുകയില്ല, പക്ഷെ ഇയാളുടെ ഭാഗത്ത് തന്നെ, വാദിക്കുന്നവന്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും സത്യം. അപ്പൊ ഇവൻ അള്ളാഹുവിനെ പേടിയുള്ളവനാണെങ്കിൽ അവന് ഭയം ഉണ്ടാകും, അള്ളാഹുവിനെ പേടിയുള്ളവനാണെങ്കിൽ ഇവന് ഭയമുണ്ടാകുന്നതായിരിക്കും. അവൻ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ അവൻ ഏറ്റുപറയും, ഇല്ല പറഞ്ഞ അവൻ്റെ അടുത്ത് തെളിവില്ലെങ്കിലും ഞാനത് എടുത്തിട്ടുണ്ട്, തെളിവില്ലെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിനെ ഭയമുള്ള ആളുകൾ അവർ പറയും. അതുകൊണ്ടാണ് രണ്ടുപേർക്കും അവസരം കൊടുത്തിട്ടുള്ളത്. അതല്ല എങ്കിൽ അവൻ ആ തെളിവ് ഹാജരാക്കാത്ത പക്ഷം അവൻ വല്ലാഹി ഞാനത് ചെയ്തിട്ടില്ല, വല്ലാഹി ഞാനത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കോടതി മുഖാന്തരം എന്ത് ചെയ്യാണ്? വിധി തീരുമാനമാവുകയാണ്. ഇയാൾക്ക് എന്ത് ചെയ്യുകയില്ല, ഇയാൾ മറ്റൊരിക്കൽ വന്ന് തെളിവ് ഹാജരാക്കുവോളം ഇയാളെ പ്രതിസ്ഥാനത്ത് ചേർക്കുകയില്ല, അതിൻ്റെ പേരിൽ ഇയാളെ ശിക്ഷിക്കുകയില്ല, രണ്ടുപേരെയും അവിടെ പിരിച്ചുവിടും. പിന്നെ ഇയാൾ വീണ്ടും പോയി തെളിവുകൾ കൊണ്ടുവന്നാൽ മാത്രമാണ് വീണ്ടും കേസ് പരിഗണിക്കുകയുള്ളൂ എന്നാണ്. അപ്പം ആരാണ് മുദ്ദഇ, ആരാണ് അൽ മുദ്ദഅ അലൈ? നമുക്ക് നേർക്കുനേരെ അറിയാം, വാദിക്കുന്നവനാണ് മുദ്ദഇ, ആർക്കെതിരെയാണോ വാദിക്കുന്നവനാണ് മുദ്ദഅ അലൈ എന്നുള്ളത് അറിയാം. പക്ഷേ 2-3 അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെയാണ്, ആരാണോ ആവശ്യപ്പെടുന്നവൻ അവനാണ് ബയ്യിൻ, അവനാണ് ഹാജരാക്കേണ്ടത് എന്ന കാര്യം. വാദിക്കുന്നവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. കാരണം ഹദീസിൽ വലാകിന്നൽ ബയ്യിനത അല ത്വാലിബ് വൽ യമീനു അലൽ മത്ലൂബ്, ആരാണ് ഒരു കാര്യം ആവശ്യപ്പെടുന്നത് അവൻ്റേതാണെന്ന് പറയുന്നത് അവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ആർക്കെതിരെയാണ് ആവശ്യം ഉന്നയിച്ചത് അവൻ സത്യം ചെയ്ത് പറഞ്ഞാൽ മതി എന്ന ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. രണ്ടാമതായി വന്നിട്ടുള്ളത്, ഒന്ന് പണ്ഡിതന്മാർ പറയുന്നത് വാദിക്കുന്നവൻ ഹുവല്ലദി യുഖാലിഫു ഖൗലുഹു ളാഹിർ വൽ മുദ്ദഅ അലൈഹി ഹുവല്ലദി യുവാഫിഖു ഖൗലുഹു ളാഹിർ. ആരാണോ വാദിക്കുന്നത് അവൻ നേർക്ക് നേരെയുള്ള അവൻ്റെ ആ പ്രസന്റ് കണ്ടീഷന് എതിരായി പറയുന്നവനായിരിക്കും, പ്രവർത്തിക്കുന്നവനായിരിക്കും. ആർക്കെതിരെയാണോ വാദിക്കുന്നത് മുദ്ദഅ അലൈഹി അവൻ നേർക്ക് നേരെയുള്ള കാര്യത്തിനോട് യോജിക്കുന്നതായിരിക്കും. ഇത് ഒരു വിഷയം, ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതാണ്, സഹീഹ് മുസ്ലിമിലുണ്ട്. ഹദ്റമൗത്തിൽപ്പെട്ട, യമനിലുള്ള 2 സ്ഥലങ്ങളാണ്. ഹദ്റമൗത്തിൽപ്പെട്ട ഒരു വ്യക്തി വന്നു, വേറൊരു വ്യക്തി കിന്ദ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. കിന്ദയിൽപ്പെട്ടയും ഹദ്റത്തുൽ മൗത്തിൽപ്പെട്ടയും 2 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തി. ഒരു ഭൂമിയുടെ സ്വത്തിന്റെ വിഷയത്തിലാണ് കാര്യം. ഹദ്റമൗത്തിലുള്ള വ്യക്തി പറഞ്ഞു, ഇന്ന ഹാദാ ഖദ് ഗലബനി അലാ അർദിൻ ലീ കാനത് ലി അബി, ഇതെൻ്റെ ഉപ്പ പണ്ട് തന്ന സ്ഥലം, ഇവൻ തട്ടിയെടുത്തതാണ് എന്ന് പറഞ്ഞു. എന്നാൽ കിന്ദിക്കാരനായ അയാൾ പറഞ്ഞു, ഹി അർളി ഫിയദി, ഇതെൻ്റെ കയ്യിൽ നേരത്തെ ഉള്ള സ്ഥലം തന്നെയാണ്. അസ്റഉഹ ലൈസ ലഹു ഫിഹാ ഹഖ്ഖുൻ, ഇത് ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്, മറ്റൊരാൾക്കും ഇതിൽ അവകാശമില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദ്റമിയോട് ചോദിച്ചു, അലക ബയ്യിന, നിന്റെ അടുത്ത് തെളിവുണ്ടോ? ഖാല ലാ,
അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫയമീനു, എങ്കിൽ ഇവൻ സത്യം ചെയ്ത് പറഞ്ഞാൽ, ഇത് എൻ്റെ സ്ഥലമാണ് സത്യം ചെയ്ത് പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഹദ്റമി നിലവിൽ എന്ത് ചെയ്യുന്നില്ല, ആ ഭൂമിയുമായി ബന്ധപ്പെട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ വാദിക്കുന്നവൻ അവൻ്റെ ഈ നിലവിലുള്ള പ്രവൃത്തിയുടെ എതിരായ ആളാണ്. കാരണം ഇയാളുടെ കയ്യിലാണ് സ്ഥലമുള്ളത്, ഇയാളാണ് കൃഷി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ട് ആരാണോ അതിനെതിരായി പറയുന്നവൻ അവനാണ് അവിടെ വാദി. അപ്പോൾ വാദിയായിരിക്കണം തെളിവ് കൊണ്ടുവരേണ്ടത്. കാരണം ഇവൻ നിലവിൽ അവിടെ ഇല്ല. ഹിന്ദി ആയിട്ടുള്ള കിന്ദ എന്ന് പറയുന്ന നാട്ടിലെ വ്യക്തിയാണ് നിലവിൽ അവിടെ കൃഷിയും മറ്റും ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്താൽ മതി, അവൻ സത്യം ചെയ്ത് പറഞ്ഞാൽ മാത്രം മതി. അവൻ തെളിവ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം നിലവിൽ അവൻ്റെ അവസ്ഥ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നിലവിൽ അവനോട് കൃഷിയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവന് ഇത്രയും നാളും വന്നിട്ടില്ല, എതിരായിട്ട് ഒരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്താൽ മതിയാകുന്നതാണ്, അവൻ സത്യം ചെയ്ത് പറഞ്ഞാൽ മതിയാകുന്നത്. കാരണം ഇത് ആരാണ് തെളിവ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് വ്യക്തമായിരിക്കണം. കാരണം തെളിവ് കൊണ്ടുവരേണ്ടവനാണ് കൂടുതൽ പണിയുള്ളത്, മറ്റവൻ സത്യം ചെയ്ത് പറഞ്ഞാൽ മതി. അതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞത് കാണാൻ സാധിക്കും. എൻ സഹോദരങ്ങളെ, എന്താണ് സത്യം എന്ന് പറയുന്നത്? മഹിൽ യമീൻ, സത്യം ചെയ്ത് പറയുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് അള്ളാഹുവിൻ്റെ പേരിൽ ഒരാൾ സത്യം ചെയ്ത് വല്ലാഹി ഞാനത് ചെയ്തിട്ടില്ല, വല്ലാഹി ഞാനത് എടുത്തിട്ടില്ല, വല്ലാഹി ഞാൻ കൊന്നിട്ടില്ല എന്നൊരാൾ സത്യം ചെയ്ത് പറയലാണ്. പക്ഷെ ഇവിടെ പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്നുണ്ട്, സത്യം ചെയ്ത് പറയുന്നത് ഏത് സമയത്താകട്ടെ, അവിടെ ആകട്ടെ, അതല്ലാത്ത മറ്റേതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലാകട്ടെ, സത്യം ചെയ്ത് പറയുന്ന സമയത്ത് നീയത്ത് പരിഗണിക്കുകയില്ല എന്നാണ്. കാരണം ചില ബിരുദന്മാരുണ്ടാവും, അത് ചില ഹദീസുകളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങൾ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഞാൻ നാവ് കൊണ്ട് പറയുന്നതല്ല, ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുകയാണ്. ഇവൻ പറയാണ് വല്ലാഹി ഞാൻ എടുത്തിട്ടില്ല, അവൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അങ്ങനെ കുറേയൊന്നും എടുത്തിട്ടില്ല എന്നാണ്. ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, പക്ഷെ അവൻ പറയുന്നത് എന്താണ്, വല്ലാഹി ഞാൻ എടുത്തിട്ടില്ല എന്നായിരിക്കും. വല്ലാഹി ഞാൻ എടുത്തിട്ടില്ല എന്നായിരിക്കും. അവൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മറ്റേ സ്വർണ്ണം എടുത്തിട്ടില്ല, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിന്റെ പണം എടുത്തിട്ടുണ്ട് എന്നായിരിക്കും. അപ്പോൾ അവന് വല്ലാഹി ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ സ്വർണ്ണം എടുത്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിലായിരിക്കും. അപ്പോൾ നീയത്ത് വേറെ ആയിരിക്കും, പറയുന്നത് വേറെ ആയിരിക്കും. അത് പരിഗണിക്കുകയില്ല. സത്യം ചെയ്യുന്ന വിഷയത്തിൽ നിന്റെ നാവ് കൊണ്ട് കേൾക്കുന്നവൻ എന്താണോ കേട്ടത് അതാണ് പരിഗണിക്കുക, അല്ലാതെ നിന്റെ നീയത്ത് അവിടെ പരിഗണിക്കുകയില്ല. അപ്പം നീയത്ത് പരിഗണിക്കാത്ത ഒരു സന്ദർഭമാണിത്. നീയത്ത് ഇവിടെ പരിഗണിക്കുകയില്ല. കോടതി മുഖാന്തരം സത്യം ചെയ്ത് പറഞ്ഞ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുന്നിൽ നീ സത്യം ചെയ്ത് പറഞ്ഞാൽ അവിടെ നിന്റെ വാക്ക് എന്താണോ അതാ പരിഗണിക്കുക, നിന്റെ നീയത്ത് പരിഗണിക്കുകയില്ല എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യമീനുക അലാ മാ യുസദ്ദിഖുക ബിഹി സാഹിബു, സത്യം എന്ന് പറഞ്ഞാൽ നീ ഒരു കാര്യം പറഞ്ഞാൽ നിന്റെ സഹോദരൻ, അത് ആരോടാണോ നീ സത്യം ചെയ്ത് പറയുന്നത് അവൻ വിശ്വസിക്കുന്നതായ ആ കാര്യമാണ് എന്നാണ്. അൽ യമീനു അല നീയത്തിൽ മുസ്തഹ്ലഫ്, യമീൻ സത്യം എന്ന് പറയുന്നത് ആരോടാണോ നീ സത്യം ചെയ്ത് പറയുന്നത് അയാളുടെ നീയത്താണ്. അയാളെന്താണ് മനസ്സിലാക്കുന്നത് എന്നതാണ്, ഇന്ന് സത്യം ചെയ്തു എന്ന അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല എന്നാണ്. ഒരു സംഭവം ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാളുകൾ എന്ത് ചെയ്തു, ഒരു ഭൂമിയുടെ വിഷയത്തിൽ തർക്കത്തിലായി. ഒരാൾ പറഞ്ഞു ഇതെൻ്റെ വാപ്പ എനിക്ക് അനന്തരം തന്ന സ്വത്താണ് എന്ന് ഒരാൾ വാദിക്കുന്നുണ്ട്. വേറൊരാൾ പറഞ്ഞു അതല്ല ഇതെൻ്റെ ഭൂമിയാണ് എന്ന് വാദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭൂമിയുടെ വിഷയത്തിൽ തർക്കമായി. അങ്ങനെ അവസാനം തർക്കത്തിനുള്ള പ്രശ്നപരിഹാരം ആ ഭൂമിയിൽ തന്നെയാണ്, തർക്ക ഭൂമിയിൽ തന്നെയാണ് അതിൻ്റെ ഖളാ നടക്കുന്നത്, ജഡ്ജ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ തെളിവില്ലാത്ത വ്യക്തി ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ തെളിവില്ലാത്ത വ്യക്തി, അത് ഇത്രയും കാലം അവിടെ ഇല്ല, മറ്റേ ആളാണുള്ളത്. അപ്പോൾ ഈ വ്യക്തിയുടെ അടുത്ത് തെളിവില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം, സത്യം ചെയ്ത് പറയണം. ഇയാൾ സത്യം ചെയ്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഇയാളുടെ വാപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടിയ 2 ചെരുപ്പുണ്ട്, വാപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടിയ 2 ചെരുപ്പുണ്ട്. ഇയാൾ ആ ചെരുപ്പും ധരിച്ചിട്ടാണെന്ന് വന്നത്. ഇയാൾ ആ ചെരുപ്പും ധരിച്ചിട്ട് വന്നിട്ട് അവിടെ അയാൾ സത്യം ചെയ്ത് പറഞ്ഞു വല്ലാഹി ഇന്നമാ തഹ്ത ഖദമി വറസത്ഹു അൻ അബി, അള്ളാഹുവാണ് എൻ്റെ ഈ കാലിന് താഴെയുള്ള ഈ കാര്യം എൻ്റെ വാപ്പ എനിക്ക് അനന്തരം നൽകിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കേൾക്കുന്ന മുറക്ക് ജഡ്ജ് എന്തായിരിക്കും വിചാരിക്കുക, ഈ ഭൂമിയാണെന്നാണ്. പക്ഷെ അയാളുള്ള 2 ചെരുപ്പേ ഉള്ളൂ. അപ്പോൾ അയാളൊരു തന്ത്രം പ്രയോഗിച്ചതാണ്. അപ്പം അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം ഇതേപോലെ കാണാൻ പറ്റും. ഒരാൾ 50,000 റിയാൽ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ കടം കൊടുത്തതാണ്. മറ്റേ ആൾ പറഞ്ഞു ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. തെളിവൊന്നുമില്ല. മറ്റേ ആൾ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. കോടതിയിലേക്ക് എത്തി. ഈ വ്യക്തിക്ക് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞു എൻ്റെ അടുത്ത് തെളിവില്ല. മറ്റേ ആളോട് പറഞ്ഞു നീ സത്യം ചെയ്ത് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വരുന്ന വഴിയിൽ ഒരു വടിയിൽ കുറച്ച് 50,000 റിയാൽ വടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇയാൾക്കൊരു വടി ഇങ്ങനെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇയാൾ സത്യം ചെയ്ത് പറഞ്ഞു വല്ലാഹി ഞാനിത് 50,000 കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇത് വടിയാണ് അവിടെ കൊടുത്തത്. അയാൾ വടിയാണെന്ന് ചോദിച്ചാൽ മറ്റേ ആൾ എടുത്തിട്ടില്ല. അപ്പോൾ കൊടുത്തോന്ന് ചോദിച്ചാൽ അയാൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ വെച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ ജഡ്ജിന് സംശയമായി. ജഡ്ജ് ആ വടിയെടുത്ത് നോക്കിയപ്പോൾ അതിൽ പണമുണ്ട്. അപ്പോൾ അയാൾക്ക് അള്ളാഹുവിനെ പേടിയുണ്ട് ഏത് നിലക്ക് സത്യം ചെയ്ത് പറയാൻ. പക്ഷെ അയാൾ ചില തന്ത്രങ്ങൾ കാണിച്ചു.
ഇവിടെ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിചാരിക്കും സത്യം ചെയ്ത് പറയാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും കളവ് പറഞ്ഞൂടെ എന്ന് വിചാരിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വളരെ വെറുപ്പുള്ളൊരു കാര്യമാണ്. ഹദീസിൽ കാണാം, മൻ ഹലഫ അലാ യമീനി സബ്രിൻ യഖ്തതിഉ ബിഹാ മാല ഇംറിഇൻ മുസ്ലിമിൻ, ആരെങ്കിലും ഒക്കെ ഒരു കള്ളസത്യം ചെയ്തിട്ട് ഒരു മുസ്ലിമായ സഹോദരന്റെ സമ്പത്ത് അവൻ അപഹരിച്ചാൽ വഹുവ ഫീഹാ ഫാജിറുൻ, അവൻ വലിയ തെമ്മാടിയാണ്. ലഖിയല്ലാഹു വഹുവ അലൈഹി ഗദ്ബാൻ, അള്ളാഹുവിന് വളരെയധികം കോപമുള്ളൊരുവനായിട്ട് നാളെ അവന് പരലോകത്ത് കാണാമെന്നാണ്. അവൻ്റെ പരലോകം വളരെ ഗുരുതരമായ അവസ്ഥയിലായിരിക്കും പരലോകം ഉണ്ടാകുക. അതായത് ഒരാൾക്ക് ദുനിയാവ് മുഴുവൻ കിട്ടി എന്ന് വിചാരിക്കുക, അള്ളാഹുവിനെ കോപിക്കുന്നവനായിട്ട് പരലോകത്ത് കാണേണ്ടി വന്നാൽ അവൻ ഏറ്റവും വലിയ നഷ്ടക്കാരനാണ്. പിന്നെയാണ് ഈ 1 ഏക്കർ ഭൂമി, പിന്നെയാണ് ഈ 10 സെന്റ് ഭൂമി, 1 സെന്റ് ഭൂമി, അല്ലെങ്കിൽ വേണ്ട ഒരു അടി, ഒരു ഫൂട്ട് മറ്റവൻ്റേത് എടുത്തു കഴിഞ്ഞാൽ സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പരലോകത്ത് ഇതിനേക്കാൾ വെറുപ്പുള്ളൊരു കാര്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഇഖ്തതഅ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ ബിയമീനി, ആരെങ്കിലുമൊക്കെ സത്യം ചെയ്ത് പറഞ്ഞിട്ട് തൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ ഒരു ഹക്ക് അവൻ കൈക്കലാക്കിയാൽ ഫഖദ് ഔജബ അല്ലാഹു ലഹുന്നാർ, അള്ളാഹു അവനെ നരകം നിർബന്ധമാക്കി, വഹറമ അലൈഹിൽ ജന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കി എന്ന. ആദ്യകാലക്കാർക്കൊക്കെ ഇത് പേടിയുണ്ടായിരുന്നു. ഈ പേടിയുള്ള വ്യക്തി ഈ പറയുന്നത് പോലെ സത്യം ചെയ്യാൻ പോകില്ല. നമ്മൾ നേരത്തെ 50 സത്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാകാം 50 അല്ല 500 ചെയ്യാനെന്താ എന്ന് തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്ന ആളുകൾക്ക് അത് പേടിയുള്ള കാര്യം തന്നെയാണ്. ഈമാനിന്റെ അംശം ഹൃദയത്തിലുള്ള ആളുകൾക്ക് അത് പേടിയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇനി വേണ്ട ഈ രൂപത്തിൽ കളവൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ കോടതി മുഖാന്തരം രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പോലും ഒരാൾക്ക് അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബ് അറിയില്ല, അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് അറിയിച്ച കാര്യമാണ്, ഇന്നമാ അന ബശർ, ഞാനൊരു മനുഷ്യനാണ്. വഇന്നകും തഖ്തസിമൂന ഇലൈ, നിങ്ങൾ പല തർക്കങ്ങളുമായിട്ട് എൻ്റെ അടുക്കൽ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയാണ്, ഖാദിയാണ്. നിങ്ങൾ പല തർക്കങ്ങളുമായിട്ട് എൻ്റെ അടുക്കൽ വരുന്നുണ്ട്. വലഅല്ല ബഅദകും അയ്യകൂന അൽഹനു ബിഹുജ്ജതിഹി മിൻ ബഅദ്, നിങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ നല്ല വാക്ചാതുര്യം ഉണ്ടാകും, നന്നായി പറഞ്ഞ് അവതരിപ്പിക്കാനൊക്കെ പറ്റും അല്ലെ. കോടതിയിൽ പോയി തെളിവുകളൊക്കെ ഇന്നിപ്പോൾ വക്കീലാണ് ആ പണിയെടുക്കുന്നത്. അപ്പം അങ്ങനെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ വാദിക്കാനൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. ഇന്നിപ്പോൾ വക്കീലായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മുടെ നാട്ടിൽ വാദിക്കാം. ഇനി പഴയ കാലത്ത് കോടതി മുഖാന്തരം ഇങ്ങനെ ഉണ്ടാകും, ഓരോരുത്തർ വാദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങൾക്ക് ചില ആൾക്കാരെക്കാളും എന്ത് ചെയ്യാൻ പറ്റും, തെളിവൊക്കെ സ്ഥാപിക്കാനുള്ള കഴിവ് ഭയങ്കരമായിരിക്കും. വഇന്നമാ അഖ്ലി ബിനഹ്വി മിമ്മാ അസ്മഅ, ഞാൻ വിധിക്കുക ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫമൻ ഖളൈതു ലഹു മിൻ ഹഖ്ഖി അഖീഹി ബിശൈ, ആരുടെയെങ്കിലൊക്കെ വാദം കേട്ടിട്ട് ആ വാദത്തിനനുസരിച്ച് മറ്റൊരു സഹോദരന്റെ വല്ല ഹക്കും ഞാൻ നിങ്ങൾക്ക് പകുത്തു നൽകിയാൽ ഫലാ യഖുദ്ഹു, അത് നിങ്ങൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഫഇന്നമാ അഖ്തഉ ലഹു ഖിത്അതും മിനൻ നാർ, നരകത്തിന്റെ ഒരു കഷ്ണമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അത് വിധിക്കുന്ന ജഡ്ജിക്ക് അതിന് കുറ്റമില്ല. കാരണം നേർക്കുനേരെ ഇയാൾ പറഞ്ഞത് വെച്ചിട്ട് സാഹചര്യ തെളിവുകൾ, ഇയാളുടെ സത്യമൊക്കെ കണ്ടിട്ട്, ഇയാളുടെ അഭിനയമൊക്കെ കണ്ടിട്ടായിരിക്കും കോടതിയിൽ ജഡ്ജിക്ക് പറയാൻ പറ്റുള്ളൂ. ഹൃദയം പൊളിച്ച് നോക്കാൻ സാധിക്കുകയില്ല. മഹാനായ ഉമർ റളിയല്ലാഹു പറഞ്ഞതുപോലെ, നഹ്നു നഹ്കുമു ബിൽ-ലവാഹിർ വല്ലാഹു യഅലമു അസ്-സറായിർ, നമ്മൾ ബാഹ്യമായി നോക്കിയിട്ടേ വിധിക്കുകയുള്ളൂ, രഹസ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് അറിയുക. അപ്പോൾ ആ രൂപത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറയാണ്, നിങ്ങൾ അത് എടുക്കരുത്. ഫലാ യഖുദ്ഹു ഫഇന്നമാ അഖ്തഉ ലഹു ഖിത്അതും മിനൻ നാർ, നരകത്തിന്റെ കഷ്ണമാണ് ഞാൻ മുറിച്ചു തരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരാൾക്ക് തൻ്റെ ഹക്കല്ലാത്തത് ചിലപ്പോൾ ഇല്ലാത്ത രേഖകളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തട്ടിയെടുക്കുന്ന അത്ര ആളുകളുണ്ട്. ഒരു രേഖയില്ല, പക്ഷേ 50 വർഷം മുമ്പ് ഉള്ള രേഖകൾ പോലെ ഉണ്ടാക്കാൻ അറിയുന്ന തട്ടിപ്പ് വീരന്മാരുണ്ട്. ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കി അങ്ങനെ കൈമാറി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഹക്കും ഇല്ലാത്ത, നമുക്ക് ഒരു നിലക്കും സാധ്യതയില്ലാത്ത ആളുകളുടെ സ്ഥലങ്ങളും ആളുകളുടെ ഒരുപാട് സമ്പത്തുകളും ഒക്കെ സഹോദരങ്ങളെ കൈക്കലാക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഇനി യഥാർത്ഥത്തിലുള്ളൊരു ഹിസാബ് വരാനുണ്ട്. അത്രയും പരലോകത്ത് യഥാർത്ഥത്തിലുള്ള ഹിസാബ് വരാനുണ്ട്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ റിയാലിനും ഓരോ രൂപക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കണക്ക് ചോദിക്കും. ഇത് എവിടുന്ന് കിട്ടി, ഇതെവിടെയാണ് നീ ചെലവഴിച്ചത്? സമ്പത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 ചോദ്യങ്ങളാണ്. ഇതെവിടുന്ന് ഉണ്ടാക്കി, ഹലാലിലാണോ ഹറാമിലാണോ? ഇതെവിടെ ചെലവഴിച്ചു, ഹലാലിലാണോ ഹറാമിലാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാതെ ഒരടിമക്ക് അവൻ്റെ കാല് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് അങ്ങനെ വല്ലതും നമുക്കുണ്ടെങ്കിൽ അത് തീർച്ചയായും തിരിച്ചു കൊടുക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കോപാലുവായിട്ടാണ് നമ്മെ കണ്ടെത്തുക എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നരകം നിർബന്ധമാക്കിയെന്നും സ്വർഗത്തെ നിഷിദ്ധമാക്കിയെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഇത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ പോയി അങ്ങനെ സത്യം ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല.
പക്ഷേ അള്ളാഹുവിനെ ലവലേശം ഭയമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ചിലപ്പോൾ സത്യം ചെയ്ത് പറഞ്ഞേക്കാം, ഈ പറയുന്നത് പോലെ അവൻ അന്യായമായി നേടിയേക്കാം. പക്ഷെ അവനുള്ള പരിണിത ഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നരക കഷ്ണമാണ് എന്നത് മാത്രമാണ് അത്തരക്കാരോട് നമുക്ക് എന്ത് ചെയ്യാറുള്ളത്, പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ ഹദീസ് എന്ന് പറയുന്നത് ഇത്തരം ഏത് വിഷയമാകട്ടെ, ഇപ്പോൾ കോടതിയുടെ വിഷയം എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടാൾ തമ്മിൽ സുൽഹുണ്ടാക്കുന്ന വിഷയമാകട്ടെ, ആരാണോ വാദിക്കുന്നത് അവൻ തെളിവുണ്ട്. അതല്ലാതെ പ്രതിക്കൂട്ടി കെട്ടിയിട്ട് നീ ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് നീ കഷ്ടപ്പെട്ട് തെളിവ് കൊണ്ടുവരിക, അത് ന്യായമല്ല. അത് ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യം കൂടിയല്ല. ഒരാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കൊണ്ടുവരിക എന്നുള്ളത് ആൾക്ക് വലിയ പ്രയാസമുള്ളതായി ചോദിക്കും. ഞാൻ ഇയാളുടെ സമ്പത്ത് എടുത്തിട്ടില്ല, എങ്ങനെയാണ് തെളിയിക്കുക? അയാൾക്ക് തെളിയിക്കാൻ സാധിക്കില്ല. ഇയാൾ സമ്പത്ത് എടുത്തിട്ടുണ്ട് എങ്കിൽ സമ്പത്ത് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നവരാണ് എന്ത് ചെയ്യേണ്ടത്, നാം പറഞ്ഞ രൂപത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിലുള്ള സാക്ഷിയെ ഹാജരാക്കേണ്ടത് എന്നാണ്. അപ്പോൾ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളെല്ലാം വളരെ നീതിപൂർവമായ നിയമങ്ങളാണ്, എന്നും ഏത് കാലഘട്ടത്തിലും മുകളിൽ വെക്കാൻ പറ്റുന്ന നിയമങ്ങളാണ് എന്ന് അറിയിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന ഒരു ഹദീസാണ് സഹോദരങ്ങളെ ഈ മഹത്തരമായ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.